ഇതാ വൈകുന്നേരത്തേക്ക് നല്ല എരിവുള്ള മിച്ചം നോക്കി എടുത്ത് നോക്കണേ. രേശ, ഇതെന്നാ കോലോ? നീ എങ്ങോട്ട് പോന്നീ? ഞാൻ ഒന്ന് റേഷൻ പീടിയിൽ പോന്നേ. റേഷൻ പീടിയല്ല എടാ, ആടെയല്ല അച്ഛനും അമ്മേനെ അങ്ങനെ പറഞ്ഞു വിട്ടാൽ പോരെ? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഓരോ മാന. ഇല്ല, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലോ ഞാൻ തന്നെ ചെയ്യും വീട്ടിലേക്ക്. അപ്പം നീ വൈകുന്നേരം വരുന്നില്ല വെള്ളടിക്കാൻ? ഒരു പരിപാടിക്ക് ഞാനില്ല, ഞാൻ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. പിന്നെ നീ ഇന്ന് എന്നെ വിളിക്കണ്ട കേട്ടാ, എൻ്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അരി വാങ്ങാൻ ഒന്ന് കാർഡ് കാണിക്കോ. കൃഷ്ണേട്ടൻ്റെ മോൻ രതീഷാന്ന്. ബാബു, രമേശാ, എടാ പീടി മൂട്ടാ, നമ്മളെ കൃഷ്ണേട്ടൻ മരിച്ചു പോയി തോന്നുന്നു. അച്ഛനൊന്നും പറ്റിയില്ലേ? ഇല്ല, അച്ഛനൊന്നും പറ്റിയില്ല. പിന്നെ നീ എന്നാ റേഷൻ പീടിയല്? ഓ അതാ, ഇനി മുതൽ ഞാനവിടെ സ്ഥിരമായിട്ട് വരുക. ഇത് മാത്രമല്ല, വീട്ടിലെല്ലാ കാര്യം ഇനി ഞാനാ ചെയ്യാൻ പോകുന്നത്. ഈ പുതിയ വർഷം പോലെ രയീശൻ ഒരു പുതിയ രയീശനരാട്ടാ. അച്ഛൻ എപ്പോൾ വന്നാലും ഇന്നെ പറ്റി ആവലാതി പറഞ്ഞ് കാര്യാനേ സമയമുള്ളൂ. നല്ല തീരുമാനം, ഞാൻ അരി എടുക്കാം. അല്ല, അരി മാത്രമേ ഉള്ളൂ, എണ്ണയില്ല. എണ്ണ നീ 10-20 കൊല്ലമില്ലേ റേഷൻ പീടിയൽ വന്നിട്ട്? റേഷൻ പീടിയലാകെ മാറി. സാരമില്ല, നീ വഴിയെ പഠിച്ചോളൂ. അച്ഛാ, മാതാപിതാ ഗുരു ദൈവം, എൻ്റെ ഇത്രയും കാലത്തെ കുത്തഴിഞ്ഞ ജീവിതം അതല്ല, ആ ജീവിതം ഞാനിവിടെ ഉപേക്ഷിക്കലാണ്. ഇത് റേഷൻ പീടിയൽ അരി, ഇനി മോലെ ഞാൻ വാങ്ങിക്കോളൂ റേഷൻ പീടിയെന്നല്ലോ. അത് മാത്രമല്ല, ഈ വീട്ടിലെല്ലാ കാര്യം ഞാൻ ചെയ്തോളൂ. അച്ഛൻ എനിക്ക് കുറച്ച് വിശ്രമമാക്കാം അച്ഛാ. നന്നായി മോനെ, എൻ്റെ ആ വൃത്തികെട്ട കൂട്ടുകെട്ട് എല്ലാം ഒഴിവാക്കണം. ഓൻ്റെ എല്ലാം ഒന്നിച്ച് നടന്നിട്ട് എൻ്റെ ഇത്രയും കൊല്ലം പോയെ എല്ലാം ഓനെ ഞാൻ പറിച്ചെറിഞ്ഞ്. ഇനി മുതൽ എൻ്റെ മോനെ നല്ല കുട്ടിയായിട്ട് എല്ലാ ദിവസവും പണിക്ക് പോകണം. പോണച്ചാ, പണിക്ക് പോകണം. പറ്റുമെങ്കിൽ ഞായറാഴ്ച വരെ പോകണം. ഞായറാഴ്ച പോകണോ? നൈറ്റിലും പോകണം. നൈറ്റിലും പോകണം. നിന്റെ പെങ്ങളെ കല്യാണം നീ അന്തസ്സായി നടത്തണം. നടത്തുവച്ചാ, ഞാനത് നടത്തും. പിന്നെ ഈ വീടിൻ്റെ ആധാരം ഗ്രാമീണ ബാങ്കിൽ പണയത്തിലുള്ളത്. ആ, അത് നീ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചെടുക്കണം. അടുക്കളേൻ്റെ ഓട് മാറ്റിയിട്ട് അത് പെട്ടെന്ന് തന്നെ നീ വാർക്കണം, മഴ വരുന്നതിന് മുന്നേ. പിന്നെ ഞാൻ വിളിച്ച 2-3 കുറിയുണ്ട്, അതിൻ്റെ പൈസ നീ മാസം മാസം അടക്കണം. മോനെ മോനെ അമ്മേൻ്റെ കുടുംബത്തിൽ നിന്നത്തെ ലോണ് തിരിച്ചടക്കണം മോനെ. മോനെ പിന്നെ വെള്ളരിക്ക് കൊത്തിയിടണം മോനെ കണ്ടത്തിൽ. ആടാ നീ ആടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം, വാറിലേക്ക് വരാം. അടക്ക് ഇവിടെ വണ്ടി വണ്ടി നീ അല്ലേ പറയാ നേരത്തെ നന്നായിന്നല്ലോ. ഞാൻ കൊന്നാലും നന്നാവില്ല, നീ വണ്ടി മോനെ ഒരു വേസ്റ്റ് പോയി എടുക്കാണ്ട് മോനെ. ആ കുയ്യാറെ കുറിച്ചിട്ട് അന്നേരം മൂടിക്കോ.